السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. നമുക്ക് ചുറ്റും എത്രയോ ആളുകളുണ്ട് പല നിലക്കുള്ള പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ട് മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി മറ്റു പല നിലക്കും വിഷമം അനുഭവപ്പെടുന്ന ആളുകൾ, വിഷമത്തോടെ പ്രയാസത്തോടുകൂടെ ഇരിക്കുന്ന അത്തരം ആളുകളെ നമ്മളാൽ കഴിയുന്ന സ്വാന്തന വാക്കുകൾ പറഞ്ഞ് അവരെ ക്ഷമാശ്വസിപ്പിക്കുക എന്നുള്ളത് മുഅ്മിനായ മനുഷ്യൻ നിർവഹിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ അംഗീകാരവും വലിയ ബഹുമാനവും ബഹുമതികളും നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വിഷമത്തോടെ പ്രയാസത്തോടുകൂടെ ഇരിക്കുന്ന ആളുടെ അടുക്കിലേക്ക് പോയിക്കൊണ്ട് നിൻ്റെ ഈ വിഷമം പ്രയാസം നീ ക്ഷമിക്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഖൈറായ പരിഹാരങ്ങൾ നൽകും. നിന്നേക്കാൾ വിഷമിക്കുന്ന എത്രയെത്ര ആളുകൾ നമ്മൾ ചുറ്റുവട്ടത്തുമുണ്ട്, അത്രയൊന്നും പ്രയാസങ്ങൾ നിനക്കില്ലല്ലോ തുടങ്ങിയിട്ടുള്ള നല്ല നല്ല സ്വാന്തന വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവരെ സമാധാനിപ്പിക്കുക. അവിടെ വിഷമത്തിൽ നമ്മളും പങ്കാളികളായി ആ വിഷമം മാറിക്കിട്ടാൻ, അവരനുഭവിക്കുന്ന പ്രയാസം ഏതുമാവട്ടെ അത് നീങ്ങിക്കിട്ടാനൊക്കെ അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞ് നമ്മൾ ദുആ ചെയ്യുക. അതോടൊപ്പം അവർ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുക. കടം വാങ്ങി തിരിച്ചു കൊടുക്കാൻ യാതൊരു വകയുമില്ലാതെ വിഷമിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് നമ്മളാൽ കഴിയുന്നൊരു ഹെൽപ്പ് ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ മറ്റ് എന്തൊക്കെ പ്രയാസങ്ങൾ നേരിടുന്ന വ്യക്തികളുണ്ടോ, ആളുകളുണ്ടോ, അവർക്കൊക്കെ ഏത് രൂപത്തിലുള്ള സഹായങ്ങളാണോ വേണ്ടതെങ്കിൽ അതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് ഭൗതികമായി ഈ ലോകത്ത് തൻ്റെ സഹോദരനെ, തൻ്റെ സുഹൃത്തിനെ, തൻ്റെ അയൽവാസിയെ, കൂട്ടുകാരനെ, നാട്ടുകാരനെ നമ്മൾ സഹായിച്ചാൽ, സാന്ത്വനപ്പെടുത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ നമുക്കും അതിന് വലിയ നിലക്കുള്ള പ്രതിഫലങ്ങൾ അള്ളാഹു തആല നൽകും. പ്രയാസപ്പെടുന്നവനെ സഹായിച്ച വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്ന ആഖിറത്തിൽ അവൻ്റെ വിഷമങ്ങൾ, പ്രയാസങ്ങളൊക്കെ നീക്കിക്കൊടുക്കുമെന്നൊക്കെ ധാരാളം ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ചിന്തയും അത്തരം നല്ലൊരു സ്വഭാവവും നമ്മളിലുണ്ടായി കഴിഞ്ഞാൽ നമുക്കും നാളെ റബ്ബിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ സാധിക്കും. മഹാനായ ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അംർ ഇബ്നു ഹസം റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മാ മിൻ മുഅ്മിനിൻ യുഅസ്സി അഖാഹു ബിമുസീബ, എന്തോ ഒരു വിഷമം, എന്തോ ഒരു പ്രയാസത്തിലകപ്പെട്ട തൻ്റെ കൂട്ടുകാരനെ, തൻ്റെ മുഅ്മിനായ സഹോദരനെ, അവൻ അകപ്പെട്ടിരിക്കുന്ന വിഷമത്തിൽ, പ്രയാസത്തിൽ അവനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവനെ സാന്ത്വനപ്പെടുത്തിയാൽ, സമാധാന വാക്കുകളെ കൊണ്ട്, മറ്റിതര സഹായങ്ങളെ കൊണ്ട് അവനക്ക് വലിയൊരു ആശ്വാസം നൽകിയാൽ, ഇല്ലാ കസാഹുല്ലാഹു യൗമുൽ ഖിയാമത്തി മിൻ ഹുലൽ കറാമത്തി, അതേ അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ, ഖിയാമത്ത് നാളിൽ ഈ വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ബഹുമാനമാണ്, വലിയ അംഗീകാരമാണ്, മാന്യത കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ബഹുമാനിക്കും, ആദരിക്കുമെന്നൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിടയിൽ വിഷമിക്കുന്ന ആളുകളെ, പ്രയാസപ്പെടുന്ന ആളുകളെ, മാനസികമായി വിഷമിക്കുന്ന ആളുകളൊക്കെ നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള സാന്ത്വന പ്രവർത്തനങ്ങൾ, സാന്ത്വന വാക്കുകളൊക്കെ ചെയ്തുകൊണ്ട് അവരുടെ വിഷമത്തിൽ നമ്മളും പങ്കാളികളായി അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദുആ ചെയ്തുകൊണ്ടൊക്കെ അവരോടൊപ്പം നമ്മൾ ചേർന്ന് നിന്നാൽ റബ്ബിൻ്റെ മുമ്പിൽ നമുക്കും നാളെ രക്ഷപ്പെടാൻ അത് വലിയൊരു കാരണമായി തീരും. അർഹമുർ റഹീമായ റബ്ബ് സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്ത് റബ്ബിൻ്റെ പൊരുത്തം സമ്പാദിച്ച് ആഖിറത്തിൽ വിജയിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.